ഞാൻ വീണ്ടും വന്നു കേട്ടോ. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ദുബായിലാണല്ലോ. അപ്പോൾ ദുബായിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഒരു ബേബി ഷവറോ കേക്ക് ഓർഡറും കൂടി എനിക്ക് കിട്ടി. അപ്പോൾ ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്യുന്നത്. ഓവനില്ല, സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ വരും. എല്ലാം മനസ്സിൻ്റെ ധൈര്യമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. മുന്നേയൊക്കെ ചെറിയൊരു കേക്ക് ചെയ്യുമ്പം നമ്മൾ ആ സാധനമില്ല, ഈ സാധനമില്ല, ഡൈനിങ് ടേബിളില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ട് പേടിച്ചിട്ടും അതൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ച് നിൽക്കും. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതിനോട് കളിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏത് സാഹചര്യത്തിലും നമുക്ക് എങ്ങനെയായാലും കേക്ക് ചെയ്യാം. അത് നമ്മൾ പഠിച്ചെടുത്തു. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ അത്രയല്ലേ സാധനമുള്ളൂ. ഒരു വൈറ്റ് ഫ്ലവറും 2 ബട്ടർഫ്ലൈയും പിന്നെ കുറച്ച് ആ വൈറ്റ് സ്പ്രിങ്കിൾസും മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ അടുത്ത് ഒരു കടയിൽ പോയിട്ട് ബേബി ടോപ്പർ വാങ്ങിച്ചു. പിന്നെ ടോപ്പിൽ അധികം ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഷേവ് ചെയ്തിട്ട് കേക്ക് ടോപ്പറിലും പിന്നെ കപ്പ് കേക്കിൻ്റെ ടോപ്പറായിട്ടും വെച്ച് കൊടുത്തു. മോൻ്റെ കേക്ക് ചോക്ലേറ്റ് കേക്കായിരുന്നു. അപ്പോൾ അതിനും അതേ കാര്യമായിട്ട് എൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ലായിരുന്നു. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് ടോപ്പിങ്ങും കുറച്ച് ചോക്ലേറ്റും കുറച്ച് കുക്കീസും കുറച്ച് ചോക്ലേറ്റ് ഷേവൊക്കെ വെച്ചാൽ ഫില്ലാവും എന്ന് വിചാരിച്ചത് ചോക്ലേറ്റ് കേക്കായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അധികം തീം കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് തീം കേക്കിൻ്റെ ആയിട്ടുള്ള കളറൊക്കെ വേണം. പിന്നെ അതുമാത്രമല്ല ഫോണ്ടൻ്റ് ഐറ്റംസ് എന്തെങ്കിലും അല്ലെങ്കിൽ ടോപ്പർ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ചോക്ലേറ്റ് ആകുമ്പോൾ കുറച്ചൊരു റിച്ച് ഫീലിങ്ങും കിട്ടും. കുട്ടികൾക്കൊരു കഴിക്കാനൊരു സന്തോഷവും ഒരു അട്രാക്ഷനൊക്കെ തോന്നുമല്ലോ എന്ന് വിചാരിച്ച ചോക്ലേറ്റ് കേക്കായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ബേബി ഷവറിൻ്റെ കേക്ക് ചെയ്യുമ്പോൾ ഒരു 2-3 കപ്പ് കേക്ക് ബാക്കി വന്നു. അതുകൊണ്ട് അതിൽ അതേ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടൊന്ന് ചെയ്തിട്ട് മുകളിലൊരു കുക്കീസിൻ്റെ ഒരു ഹാഫ് പോർഷനും കൂടി വെച്ച് കൊടുത്തു. പിന്നെ കുട്ടികൾ കുറേ പേരുള്ളത് കൊണ്ട് പിന്നെ നമ്മളൊരു ഡിന്നർ പ്ലാൻ കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് വയറും നിറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോക്ലേറ്റ് ഡോണറ്റ്സും ഞാൻ കുറച്ച് ഉണ്ടാക്കി. അപ്പം കുറച്ച് അതും ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചു. അതിൻ്റെ ഡെക്കറേഷനും ഇത് തന്നെയായിരുന്നു. ചോക്ലേറ്റ് ഷേവ് ചെയ്തിട്ട് വൈറ്റിൻ്റെതും ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഇട്ട് കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും അത്രയും സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തായിരുന്നു നമ്മുടെ ബിൽഡിങ്ങിൽ ഫയർ വന്നിട്ട് ഗ്യാസ് കണക്ഷനും പോയി. അപ്പോൾ ഡോണറ്റ് ഞാൻ ഫ്രൈ ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴായിരുന്നു ഹസ്ബൻഡ് പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഇലക്ട്രിക് സ്റ്റൗ കൊണ്ടുവന്നു, ഇൻഡക്ഷൻ കുക്കർ. അതിൽ വെച്ച് ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു ശരിയാവുമെന്ന്. ഭാഗ്യത്തിന് ഡോണറ്റൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി. അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി എടുത്തു. ഇതൊക്കെ കൂടാതെ തന്നെ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ചില്ലി ചിക്കനും കൂടി കരുതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, വയറും നിറയും. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല ഹെക്ടിക് ഡേ ആയിരുന്നു. കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പാർട്ടി ആയിട്ടാണ് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ കുട്ടികളും മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വലിയ ആൾക്കാരെ വിളിച്ചാൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്തും സ്വര പറഞ്ഞു നിൽക്കും. കുട്ടികളിങ്ങനെ അന്നത്തെ ദിവസം ആകെ വിഷമിച്ചിട്ടിരിക്കും. അവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടണമെങ്കിൽ അവരെ പോലത്തെ കുട്ടികൾ തന്നെ വേണം. അപ്പോൾ ഞാൻ അവൻ്റെ മുന്നത്തെ ഒന്നിച്ച് പഠിച്ച കുട്ടികളെയൊക്കെ ക്ഷണിച്ചു. അങ്ങനെ അവരൊക്കെ വന്നു. അപ്പോൾ ആദ്യം തന്നെ പാർക്കിൽ പോയിട്ട് ഒരു ടേബിളൊക്കെ സെലക്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് പെട്ടെന്ന് കിട്ടി. അവിടെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തു. എല്ലാം വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തു. അതൊരു ഹാപ്പിനെസ്സാണ്. നമുക്ക് കുട്ടികൾക്കൊരു അവരുടേതായിട്ടുള്ള ഒരു ദിവസം അവർ തന്നെ എൻജോയ് ചെയ്യണമല്ലോ. നമ്മൾ വലിയ ആൾക്കാരെ ഇടയിൽ കയറിയിട്ട് അവരെ മടുപ്പിക്കാതെ അവരെ സന്തോഷം, അവരെ കളി, അത് പാർക്കിൽ നിന്നായതുകൊണ്ട് കുറച്ചും കൂടി നന്നായി. ഓടിച്ചാടി കളിക്കാനും കുറച്ച് ഗെയിമൊക്കെ കളിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവർക്കും കുറേ കാര്യങ്ങൾ ഇവരോടൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു. നാട്ടിലെ കുറേ വിശേഷങ്ങളൊക്കെ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.